ഈ ഗോളങ്ങളെ മുഴുവനും ചലിപ്പിക്കുന്ന വസ്തു, ഗോളങ്ങളെ മുഴുവൻ താങ്ങി നിർത്തുന്ന വസ്തു, ഗോളങ്ങളൊന്നും താഴേക്ക് വീഴാതെ അതിനെ താങ്ങി നിർത്തുന്ന വസ്തു. അതേ പ്രകാരം തന്നെ വടക്ക് നോക്കി യന്ത്രം എവിടെ വെച്ചാലും വടക്കോട്ട് മാത്രം അതിന്റെ സൂചി തിരിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ പ്രതിഭാസം അതെന്താണ്? വെസ്റ്റേൺ, അതേ വടക്ക് ഭാഗത്ത് നോർത്ത് അല്ലാഹു തആല നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രകാശത്തിന്റെ ആധിക്യമാണെന്ന് പറയാൻ ശാസ്ത്ര ലോകമേ ബുദ്ധിജീവിയാൽ നിനക്ക് എന്റെ നാമനങ്ങാത്തത്? അതാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ മഹത്തായ ഈ പവറിനെ മനുഷ്യനും സ്വായത്തമാക്കാം. മനുഷ്യനെ എങ്ങനെ സ്വായത്തമാക്കാം? അല്ലാഹുവിന്റെ ചിന്തയിലൂടെ. താൻ ശ്വസിക്കുന്ന ശ്വാസത്തിലൂടെ പ്രാണവായുവിനെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ, പ്രാണവായു ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സെക്കൻഡ് നാം ഇവിടെ ജീവിക്കില്ല. അതിനെയാണ് നാം വിളിക്കാറുള്ള ഓക്സിജൻ എന്ന് പറയുന്നത്. ഈ പ്രാണവായു അത് എന്താണെന്ന് ആർക്കും പറയാൻ കഴിയൂലെങ്കിൽ അതിനെ നീ സ്വീകരിക്കാൻ നിനക്ക് അതിനെ അല്ലാഹു തആല ഇച്ഛിച്ച രൂപത്തിൽ നിനക്ക് വിനിയോഗിക്കാൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹു നിർദ്ദേശിച്ച അതിനെ പ്രൊഡക്റ്റ് ചെയ്ത, അതിനെ നിർമ്മാണം ചെയ്ത, ഈ ലോകത്ത് വിതരണം ചെയ്ത കമ്പനിയുടെ ഹെഡായ പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശത്തിലൂടെ നീ ജീവിച്ചാൽ ആ പ്രപഞ്ച രഹസ്യത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മഹത്തായ ആ പവർ നിനക്ക് സ്വാധീനിക്കാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നോമ്പനുഷ്ഠാനം. പ്രപഞ്ചത്തിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന ആ ദിവ്യപ്രഭയെ, ആ മാസ്മര ശക്തിയെ മനുഷ്യന് സ്വീകരിക്കാൻ പര്യാപ്തമായ ഒരു മഹത്തായ പ്രക്രിയയാണ് നോമ്പനുഷ്ഠാനം. അത് വെറും കൊളസ്ട്രോൾ കുറക്കലാണ് നോമ്പിന്റെ ലക്ഷ്യം. കൊളസ്ട്രോൾ കുറക്കലും ഷുഗർ കുറക്കലും നോമ്പിന്റെ ലക്ഷ്യം. അതൊരു ഭാഗത്ത് വേറെ, അത് പാർട്ട്. യഥാർത്ഥ ലക്ഷ്യം പ്രപഞ്ചത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന ആ മഹത്തായ ശക്തിയെ നമ്മുടെ നമ്മുടെ അന്തരാവയത്തിലേക്ക്, അന്തരാളത്തിലേക്ക് അതിനെ നാം ഊർജ്ജമായി സ്വീകരിച്ചു വെക്കലാണ്. അങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ചില ആളുകൾ റമദാൻ മാസം കഴിയുമ്പോഴേക്കും നന്നായി പോണില്ലേ. തെമ്മാടികളെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ റമദാൻ മാസത്തിൽ നോക്കി തറാവീഹിന് വന്നു. അതുപോലെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് വഴിയിൽ പോയി നിസ്കരിച്ച് തറാവീ നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ചൊക്കെ വന്ന പിന്നെ റമദാൻ മാസം കഴിഞ്ഞപ്പോൾ എത്ര ആളുകൾ നന്നായി പോകുന്നു. എന്താ കാരണം? അവർക്ക് ആ ഊർജത്തിന്റെ ആ കേന്ദ്രീകരണം അവർക്ക് ലഭിച്ചു. അത് ലഭിക്കാത്തവര് പിന്നെയും പഴയ കുപ്പയെ തന്നെ, അത് കിട്ടാത്തവര് പഴയ ദൂരത്തിൽ അവർക്ക് മാറ്റമുണ്ട്. അപ്പൊ ആരാണെങ്കിലും പരിശുദ്ധ റമദാൻ മാസത്തിൽ നിസ്കാരം, നോമ്പ് അതൊക്കെ ചെയ്യാൻ അവൻ സന്നദ്ധനാവണം. എന്തിനാ? ഈ ഊർജം കിട്ടാനാ. ആ ഊർജം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നന്നായി കഴിഞ്ഞു. കിട്ടാത്തവര് പിന്നെയും സ്വല്പം പരിശ്രമിക്കണം. കിട്ടിയതൊന്നും നിരാശരാകണ്ട. അതുകൊണ്ടാണ് നഫ്സ് നിന്റെ ആ ശരീരത്തിന് ആവശ്യമായ ആ കാര്യങ്ങൾ നീ ചെയ്യണം. നഫ്സന്റെ തൻകിബിദ് നേരംഗമുള്ള തടി നേരിട്ട് നോടി നടട, നാലും പറഞ്ഞ തടി അഞ്ചാം മുശാഹദയിൽ നാലാർ നുള്ളിക്കൊടട. 4 കേന്ദ്രങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതേതാ? ആദ്യം നിന്റെ ആഴമുൽ അർവാഹ്, നിന്റെ ആത്മീയ ലോകം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആത്മാവില്ലെങ്കിൽ ബോഡിക്ക് ചലിക്കാനൊക്കില്ലല്ലോ. ചില ആളുകൾ മരിക്കുമ്പോ അയാളിലുള്ള സകല ആന്തരിക അവയവങ്ങളും നിലവിലുണ്ടല്ലോ. എന്നിട്ട് വേണമെങ്കിൽ അനങ്ങാൻ